ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പേപ്പർ കൊണ്ട് തന്നെ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആണ് ഇന്ന് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അത് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അത് നമുക്കിന്ന് ബട്ടർഫ്ലൈ ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്രിക, 10 രൂപയുടെ ഒരു ക്രയോൺസ്, പിന്നെ പശ, ഒരു പെൻസിൽ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഇതിൽ കളറൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുള്ള പേപ്പേഴ്സ് എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. കളർ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളറുള്ള പേപ്പർ ഉണ്ടെങ്കിൽ ക്രയോൺസിൻ്റെ ആവശ്യമില്ല. എങ്കിൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക, പിന്നെ തിരിച്ച് ഈ മൂല എപ്പോഴും കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ മടക്കുക. 2 സൈഡിലും മടക്കിയതിന് ശേഷം ഇങ്ങോട്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് വേണം എപ്പോഴും ഇത് കിട്ടാൻ. ഇത് തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഈ ബട്ടർഫ്ലൈ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ മടക്കിയതിന് ശേഷം ഞാൻ ഇത്തിരി വലിയ പേപ്പർ ആയതുകൊണ്ട് വലിയ ബട്ടർഫ്ലൈ ആയിരിക്കും ഇതിൽ കിട്ടാറ്. നമ്മളിതായി ഇത് ഇങ്ങനെ പിടിച്ച് മടക്കില്ലേ, ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുക. അങ്ങനെ അത് ചുളുങ്ങുകയോ ഒന്നും പറ്റാത്ത അതേ രീതിയിൽ വേണം നമ്മളത് പിടിക്കാൻ. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഷേപ്പൊക്കെ നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് വേണം ഇതിൽ കിട്ടാൻ. അതാണ് ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ മടക്കുക. ആ ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മളിപ്പം ഇത് ഈ ബട്ടർഫ്ലൈയുടെ ചിറകായിട്ടായിരിക്കും ഈ ഭാഗം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സമയമാണ് നമ്മളിപ്പോൾ കത്രിക ഉപയോഗിക്കേണ്ടത്. ആ കട്ട് ചെയ്ത് അത് മാറ്റുക. ഒരു ഷേപ്പിൽ തന്നെ നമ്മളത് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് കൂടുതലും നല്ലത്. ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇപ്പം 1 മിനിറ്റ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇങ്ങനെ കിട്ടിയ ഭാഗത്തിൽ നമ്മൾ ഇത് ഇങ്ങോട്ടൊന്ന് കറക്റ്റ് ഷേപ്പിൽ ആ മൂലയാണ് നമ്മൾ ഇതിൽ ഏറ്റവും എപ്പോഴും കറക്റ്റാക്കി വെക്കാനുള്ളൊരു സംഭവം. 2 സൈഡ് അതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ഭാഗം കൊണ്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കുക. മടക്കി ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുക. ഇപ്പോൾ നമ്മളിത് കറക്റ്റാക്കി വേണം വെച്ചിരിക്കാൻ. ഇതിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഈ ഭാഗം കൊണ്ട് ഇവിടെയാണ് നമ്മൾ പശ ചെറുതായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. കാരണം ഈ ഭാഗത്തിലോട്ട് നമ്മളൊന്ന് പശ തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പശ പിടിച്ചതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ പോലെ നമുക്കിത് തോന്നാം. ഇത് എളുപ്പമുള്ള ഒരു ഇതാണ്. നമുക്കിതിപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിലിരിക്കുന്ന സമയം നമുക്കിതൊക്കെ ചെയ്യാവുന്നതാണ്. വെറും എളുപ്പമുള്ള ഒരു കാര്യം മാത്രമാണ്. ഇനി നമുക്കിത് ഇവിടെയൊക്കെ കളറൊക്കെ ചെയ്യാം. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിതാ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇത് പേപ്പർ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന ഒരു വീഡിയോയാണ്. 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതിനുള്ളിൽ തന്നെ നമുക്കിത് ചെയ്ത് തീർക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് ഇപ്പോൾ കളർ പേപ്പർ ഉള്ളവരാണെങ്കിൽ അല്ലാതെ കളേഴ്സ് മാത്രം കൊടുത്ത് ചെയ്താൽ മതി. ഇങ്ങനത്തെ ഡോട്ട്സ് ഇപ്പം വൈറ്റ് പേപ്പർ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ബൈ ബൈ ഗായ്സ്. ഇനി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗായ്സ്. ബൈ ബൈ. ബ്യൂട്ടിഫുൾ ആയി വന്നിട്ടുണ്ട്. ബൈ ബൈ.